ജിതിൻ ദേവ് തികച്ചും സൗഹാർദ്ദപരമായാണ് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ മുൻ മേയർ കൂടിയായിട്ടുള്ള വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് ആ കെട്ടിടം വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചത്. അഭ്യർത്ഥനയായിരുന്നു. പക്ഷേ അതിനെ മറ്റൊരു രീതിയിലാണ് എടുത്തത്. മാത്രമല്ല, പ്രോട്ടോകോൾ പ്രകാരം എം.എൽ.എ കൗൺസിലർക്ക് മുകളിലാണ്. അതുകൊണ്ട് എന്തും ചെയ്യാം എന്ന് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തുമാവാം, അതൊക്കെ മറ്റുള്ളവർ അനുസരിച്ചു കൊള്ളണം, ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന രീതിയിൽ നടന്നാൽ സ്വാഭാവികമായും ചോദ്യം ചെയ്യും. ആർ വി രാജേഷ് പറഞ്ഞത് ശരിയാണ്. കാരണം പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. വികസന പദ്ധതികൾ, അതിൻ്റെ രൂപരേഖ ഒക്കെ അവതരിപ്പിക്കുക. മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഇനി ഉണ്ടാവേണ്ടത്. ആ ചിന്തകൾ അത് കർമ്മപഥത്തിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇതിനെ ഒരു വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിയെടുത്തതിൻ്റെ ഉത്തരവാദിത്തം CPM-ന് തന്നെയല്ലേ? തീർച്ചയായും CPM ആണ് ഇതിനകത്ത് കൃത്യമായിട്ട് രാഷ്ട്രീയം കളിച്ചത്. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തികച്ചും സൗഹാർദ്ദപരമായിട്ട് കൗൺസിലർ ശ്രീലേഖ മാഡം, അദ്ദേഹം അവരുടെ അനിയനെ പോലെയാണ് കാണുന്നതെന്ന് അവരൊരുമിച്ചുള്ള ബൈക്കിൽ തന്നെ നമ്മൾ കണ്ടു. വിളിച്ചു, ഫോണിൽ സംസാരിച്ചു. എൻ്റെ ഓഫീസ് ഈ ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ ഓഫീസ് കെട്ടിടം ഒന്ന് ഒഴിഞ്ഞു തന്നാൽ എനിക്കത് വലിയ സൗകര്യപ്രദമാകും എന്ന് വ്യക്തിപരമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം, അതിന് പുറകിൽ ഒരു ഇരവാദം ഉയർത്തി രാഷ്ട്രീയം കളിക്കാനായിട്ട് ശ്രമിച്ചത് വി.കെ. പ്രശാന്ത് തന്നെയാണ്. അതുകൊണ്ടാണ് വി.കെ. പ്രശാന്ത് MLA ഇന്ന് പൊതുജന മധ്യത്തിൽ എന്താ പറയുക, ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗെമിക്സിന് തയ്യാറായപ്പോൾ അതിൻ്റെ വാടകയെക്കുറിച്ച് ചർച്ചയുണ്ടായി. എത്ര വർഷമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. എത്ര നാളത്തെ വാടക കുടിശ്ശിയുണ്ടായിരുന്നതിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. അവിടെ കോർപ്പറേഷൻ കൗൺസിലർക്ക് എന്ത് സൗകര്യമുള്ളതെന്ന് ചർച്ചയുണ്ടായി. ഇപ്പോൾ ഇവിടെ നേരത്തെ ശ്രീ ആർ വി രാജേഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്നെ സ്വന്തം PR വർക്ക് നടത്താൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു യൂത്ത് ബ്രിഗേഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അതിൻ്റെ വെബ്സൈറ്റ് നോക്കിയ സമയത്ത് അത് കറക്റ്റ് ഒരു PR വർക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനൊരു സംവിധാനം അപ്പുറത്ത് വലിയ സ്പേസ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഞാൻ കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന MLA ആണ്, മറ്റുള്ളവർ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നോക്കൂ, അപ്പം മറ്റ് 139 MLA-മാരും ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണെന്നല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. കേസ് കൊടുക്കണം പിള്ളേച്ച, ഇതല്ലേ നിങ്ങളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെന്ത് പറഞ്ഞാലും അവർക്കെതിരെ കേസ് കൊടുക്കുന്നത് നിലപാടാണല്ലോ. ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാൻ കാണുന്നതാണ് നിങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഇത് അനിൽ നമ്പ്യാർ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിലേക്ക് കൂടുതൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ വലിയ വാണിജ്യ കെട്ടിടങ്ങൾ, കോർപ്പറേഷന് വലിയ വാടക ലഭിക്കേണ്ട കെട്ടിടങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെറിയ വാടക ഇനത്തിൽ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും മറിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടും. ആ പരിശോധനയിലേക്ക് പോകരുത് നിങ്ങൾ. അങ്ങനത്തുള്ള പരിശോധനയ്ക്ക് നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കൈ പൊള്ളും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനാണ് MLA ശ്രമിച്ചത്. പക്ഷേ പേടിപ്പിക്കുന്നത് ആരെയാണ്? നരേന്ദ്രമോദിയുടെ പാർട്ടിയാണോ BJP ആണോ? അത് ഒരു തെറ്റായ ചിന്തയായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇപ്പോൾ കൊല്ലം കോർപ്പറേഷൻ തന്നെ ഞാൻ അങ്ങയുടെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നെഹ്റു പാർക്കും TK ദിവാകരൻ പാർക്കും വാടകയ്ക്ക് കൊടുത്തതിൻ്റെ ഒരു എന്താണ് പറയുക, കരാർ കൊടുത്തതിൻ്റെ ഒരു സംഭവം ഞാൻ അങ്ങേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. 2 പേരാണ്, അതായത് അവിടുത്തെ മുൻ മേയറായിട്ടുള്ള ആളുടെ ബന്ധു, അവരും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്ത സുകന്യ എന്ന് പറഞ്ഞൊരു ലേഡിയുമാണ്. അവിടെ 2 പേരാണ് അപേക്ഷയിലുള്ളത്. ഒരാളുടെ 25,000 രൂപ നിരന്തരദ്രവ്യം അടച്ചത് DD നമ്പർ 708016, രണ്ടാമത്തെ ആളുടെ 708015. അതായത് ഒരേ ബാങ്കിൽ നിന്ന് ഒരേ സമയത്തെ 2 DD-കൾ. ആ DD-കൾ വഴി വന്ന സാധനം വിളി കേട്ട തുക ഒരാളുടെ 5200, 5500, അടുത്ത ആളുടെ 5100, 5300. ഏറ്റവും കൂടുതൽ വിളിച്ച, അതായത് 100 രൂപയും 200 രൂപയും കൂട്ടി വിളിച്ച ആൾക്ക് അത് സ്ഥിരപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇത് കൊല്ലത്തെ അവസ്ഥയാണ്. ഈ സാഹചര്യം നമ്മൾ പരിശോധിച്ച് ഓരോ ഫയലുകൾ എടുത്ത് നാം പരിശോധിക്കാൻ തയ്യാറായാൽ ഇതേപോലുള്ള 100 കണക്കിന് ക്രമക്കേടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് അതിനകത്ത് കയറാൻ സാധിക്കാത്തടത്ത് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നു. അവിടെ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ 100 കണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ ഈ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇവർ കൈവച്ചിരിക്കുന്ന കോർപ്പറേഷനിൽ ഭരണം മാറുമ്പോൾ കാണാൻ സാധിക്കും.
സംഭവിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമിക്സുകൾ കാണിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഈ പറഞ്ഞത് സമസ്താപരാധം സംഭവിച്ചു, ആ അപരാധം പറഞ്ഞ് അവിടുന്ന് ഒഴിഞ്ഞു കൊടുത്ത് കൗൺസിലർക്ക് മാന്യമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാൻ MLA തയ്യാറാകണം. അല്ലാതെ ഈ പറയുന്ന മഞ്ഞുമല തേടി വരുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ നെളിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആരും തേടി വരില്ല എന്ന് VK പ്രശാന്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ തെറ്റായ ചിന്താഗതിയാണ്. BJP ആണ് ഭരിക്കുന്നതെങ്കിൽ, BJPയുടെ മേയറാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നഗരപിതാവെങ്കിൽ ഈ പറഞ്ഞ എൻക്രോച്ച്മെന്റിലേക്കും ഈ പറഞ്ഞ ചെറിയ വാടകയ്ക്ക് കൊടുത്തിട്ട് വലിയ വാടകയ്ക്ക് മറ്റുള്ളവർക്ക് മറിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയിലേക്കൊക്കെ തേടി വരും. ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. ഓക്കെ, ശാസ്തമംഗലം പോലുള്ള ഒരു സ്ഥലത്ത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇതുപോലുള്ള ഒരു കെട്ടിടം നേരത്തെ അഡ്വക്കേറ്റ് RV രാജേഷ് ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 40,000 രൂപയെങ്കിലും വാടകയായിട്ട് കൊടുക്കേണ്ടി വരും. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അതാണ് 872 രൂപയ്ക്ക് വാടകയ്ക്ക് VK പ്രശാന്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നത്. മാത്രമല്ല ഈ 872 രൂപ പോലും അദ്ദേഹം അടച്ചില്ല എന്നുള്ളതാണ്. ഇതൊരു വിവാദമായ സമയത്താണ് കുടിശ്ശിക VK പ്രശാന്ത് അടച്ചത്. അതും കുടിശ്ശിക പൂർണ്ണമായും അടച്ചില്ല, കുടിശ്ശികയിൽ ഒരു വിഹിതം അടച്ചു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇതൊരു MLAയും കൗൺസിലറും തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ഇതുപോലെ അനധികൃതമായി കൈവശം വെച്ച് അനുഭവിക്കുന്നവർ, ചെറിയ തുച്ഛമായ വാടകയ്ക്ക് അനുഭവിക്കുന്നവർ, പാർട്ടി നേതാക്കന്മാർ ഉണ്ട്. മറ്റൊരു കാര്യം, അതായത് ഇത് ഈ മറിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നത്, അതായത് ഈ ചുരുങ്ങിയ വാടകയ്ക്ക് 872 രൂപയ്ക്കൊക്കെ എടുക്കുന്നു, എന്നിട്ട് 8,000 രൂപയ്ക്ക് മറിച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രക്രിയയും നടക്കുന്നുണ്ട് എന്നാണ് ഈ വിവാദം ഉടലെടുത്തതിനെ തുടർന്ന് പുറത്തു വരുന്ന വാർത്ത.